ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ കുറച്ച് പദ്ധതികളാണ് കേട്ടോ. അപ്പോൾ PSC പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഏതു മേഖലയുടെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ചായം? പദ്ധതിയുടെ പേര് കിട്ടിയല്ലോ, ചായം. ചായം പദ്ധതി അങ്കണവാടികളാണ് കേട്ടോ. ആൻസർ അങ്കണവാടി. അപ്പോൾ അതെങ്ങനെ ആലോചിച്ച് വെക്കാം? അപ്പോൾ ചായം എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് കുട്ടികളെ കണക്ട് ചെയ്യാമല്ലോ. കുട്ടികൾ കളറുകളൊക്കെ എടുത്തിട്ട് ചുമരിലൊക്കെ ചിത്രം വരച്ച് പഠിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? അങ്കണവാടികളിൽ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്താൽ ചായം പദ്ധതി അങ്കണവാടി എന്ന് കിട്ടുമല്ലോ. നെക്സ്റ്റ്, ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലാണെന്ന് ആലോചിച്ച് വയ്ക്കുക. പുത്തുമലയിൽ കേരള സർക്കാർ നടപ്പിലാക്കിയ പുനരധിവാസ പദ്ധതിയാണ് ഹർഷം. എന്താണ് പദ്ധതിയുടെ പേര്? ഹർഷം. അപ്പോൾ അതെങ്ങനെ ആലോചിച്ച് വയ്ക്കുക? അപ്പോൾ 2019 ഏത് വർഷമാണ്? 2019 വർഷമാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു വർഷം നമുക്ക് മറക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ആ വർഷം എന്നതിൽ നിന്ന് നമുക്ക് ഹർഷം ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. വലിയ കോഡൊന്നല്ല, എന്നാലും ജസ്റ്റ് ഓർത്തിരിക്കാൻ പറ്റും വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ്, സാമൂഹിക പ്രശ്നം നേരിടുന്ന മിശ്ര വിവാഹ ദമ്പതികൾക്ക് പരമാവധി 1 വർഷം സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതിയാണ് സേഫ് ഹോം എന്നാണ് പദ്ധതിയുടെ പേര് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ആലോചിച്ച് വയ്ക്കാം? മിശ്രവിവാഹ ദമ്പതികൾക്ക് അപ്പോൾ നമുക്ക് കെവിൻ നീനു അല്ലേ, ദുരഭിമാന കൊലകളൊക്കെ നമ്മൾ ഒരുപാട് കേരളത്തിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും സേഫ് അല്ല അല്ലേ, അത്തരം വിവാഹങ്ങളൊക്കെ എന്താണ്, ഒട്ടും സേഫ് അല്ല. അപ്പോൾ അവരെ സേഫ് ആക്കുക എന്നതാണല്ലേ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ അത് തന്നെയാണ് പദ്ധതിയുടെ പേരും, സേഫ് ഹോം എന്നാണ് പദ്ധതിയുടെ പേര്. നെക്സ്റ്റ്, കേരളത്തിലെ യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി തുടക്കമിട്ട പദ്ധതി. കേരളത്തിലെ യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് കേരള നോളജ് മിഷൻ കേട്ടോ. കേരള നോളജ് മിഷൻ. ഓക്കെ, കിട്ടിയല്ലോ. നെക്സ്റ്റ്, സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തവർക്കും അശരണരായ ജയിൽ മോചിതർക്കും വേണ്ടി നടപ്പാക്കുന്ന പദ്ധതി. സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തവർക്കും അശരണരായ ജയിൽ മോചിതർക്കും വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് തണൽ ഇടം കേട്ടോ. പദ്ധതിയുടെ പേര് തണലിടം. അതെങ്ങനെ ആലോചിച്ച് വയ്ക്കുക? അപ്പോൾ സ്വന്തമായി വാസസ്ഥലമൊന്നും ഇല്ലാത്ത ആളുകളെ നമ്മൾ റോഡുകളിലൊക്കെ കാണാറുണ്ടല്ലേ. അപ്പോൾ അവരൊക്കെ എന്താണ്, അവർക്ക് കിടക്കാൻ അല്ലെങ്കിൽ ഇരിക്കാൻ ഒരു തണൽ കണ്ടെത്തും അല്ലേ, ഒരു തണൽ ഇടം കണ്ടെത്തും. അപ്പോൾ അത് തന്നെയാണ് പദ്ധതിയുടെ പേര്, തണൽ ഇടം. നെക്സ്റ്റ്, ഉപയോഗശൂന്യമായ KSRTC ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ലഘുഭക്ഷണശാലകളാക്കി മാറ്റുന്ന മിൽമ പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? മിൽമ ഓൺ വീൽസ് എന്നാണ് കേട്ടോ. മിൽമ ഓൺ വീൽസ് എന്നാണ് പദ്ധതിയുടെ പേര്. നെക്സ്റ്റ്, സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ്. ചിലപ്പോൾ ഏത് വകുപ്പാണ് നടപ്പിലാക്കുന്നത് ചോദിക്കുക, അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. സ്ത്രീ സമത്വം ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമം. പദ്ധതിയുടെ പേര് സമം എന്നാണ് കേട്ടോ. അപ്പോൾ കേരള സാംസ്കാരിക വകുപ്പ് എന്നും കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. നെക്സ്റ്റ്, കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി എന്താണ്? സഹായഹസ്തമാണ്. സഹായഹസ്തം. അപ്പോൾ ഈ കുടുംബശ്രീയിലൊക്കെ അംഗങ്ങളാവുന്നത് വായ്പ അല്ലേ, കുറഞ്ഞ പലിശയിലൊക്കെ വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല ആളുകളും കുടുംബശ്രീനെ ആശ്രയിക്കുന്നത് അല്ലേ. അപ്പോൾ അത് അവർക്ക് വലിയൊരു സഹായമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ സഹായഹസ്തം കിട്ടുമല്ലോ. നെക്സ്റ്റ്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനായി. എന്താണ് പദ്ധതിയുടെ പേര്? കാതോർത്ത് എന്നാണ് കേട്ടോ. കാതോർത്ത്. ഓക്കെ. നെക്സ്റ്റ്, നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതി.
എന്താണ്? ഉഷസ് കേട്ടോ. പദ്ധതിയുടെ പേരാണ് ഉഷസ്. നെക്സ്റ്റ്, പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. പുകയില ഉപയോഗം നിർത്തുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ, നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്വിറ്റ് ലൈൻ കേട്ടോ, ക്വിറ്റ് ലൈൻ. ഇനി യെല്ലോ ലൈൻ എന്നൊരു പദ്ധതിയുണ്ട്. അപ്പോൾ അതെന്താ നോക്കാം. വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. അപ്പോൾ അതാണ് യെല്ലോ ലൈൻ കേട്ടോ, യെല്ലോ ലൈൻ. മറ്റതെന്താണ്? പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്വിറ്റ് ലൈൻ. നെക്സ്റ്റ്, കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് നിനവ്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യുക? അപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ എന്താണ്, മൊബൈൽ കിട്ടിയില്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ആത്മഹത്യ ചെയ്ത് കണ്ടുവരുന്നുണ്ട് ഇല്ല കേരളത്തിൽ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു നോവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ നോവ് എന്നതിൽ നിന്ന് നമുക്ക് നിനവ് എന്ന് കണക്ട് ചെയ്യാലോ. ഇനി നിനവും നോവും അങ്ങനെ കണക്ട് ചെയ്ത് മാറുന്നുണ്ടെങ്കിൽ കോഡ് ഉപയോഗിക്കാതെ നിനവ് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിലെത്തിക്കുന്നതിനായി സുഭിക്ഷയാനം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ല. അപ്പോൾ സുഭിക്ഷ എന്ന് പറഞ്ഞിട്ട് കുറേ പദ്ധതികളുണ്ട്. സുഭിക്ഷ കേരളം ഉണ്ട്, സുഭിക്ഷ ഉണ്ട്. അപ്പോൾ സുഭിക്ഷയാനം പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ സുഭിക്ഷയാനം പദ്ധതി എന്താണ്? മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷയാനം. അത് ആരംഭിച്ച ജില്ലയാണ് ആലപ്പുഴയാണ് കേട്ടോ, ആലപ്പുഴ. ഇനി സുഭിക്ഷ കേരളം പറഞ്ഞാൽ എന്താണ്? കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്ത കൈവരിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് സുഭിക്ഷ കേരളം. സുഭിക്ഷ പദ്ധതി എന്താണ്? ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സുഭിക്ഷ അല്ലേ. സുഭിക്ഷ ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. സുഭിക്ഷയാനുണ്ട്, സുഭിക്ഷ കേരളം ഉണ്ട്, സുഭിക്ഷ ഉണ്ട്. നെക്സ്റ്റ്, ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനം വകുപ്പ് പദ്ധതി എന്താണ്? വനിക. പദ്ധതിയുടെ പേരാണ് വനിക കേട്ടോ. നെക്സ്റ്റ്, ഹരിത കേരളം മിഷനും. ഏതൊക്കെയാണ്? ഹരിത കേരളം മിഷനും കുടുംബശ്രീ മിഷനും സംയുക്തമായി വസ്ത്ര റീസൈക്ലിങ്ങിന് ആരംഭിച്ച പദ്ധതി എന്താണ്? മാറ്റത്തിൻ്റെ നൂലിഴ കേട്ടോ, മാറ്റത്തിൻ്റെ നൂലിഴ എന്നാണ് പദ്ധതിയുടെ പേര്. ഹരിത കേരള മിഷനും അതുപോലെ തന്നെ കുടുംബശ്രീ മിഷനുമാണ്. നെക്സ്റ്റ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകുന്ന കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് എന്താണ്? പദ്ധതിയുടെ പേരാണ് ഉജ്ജ്വല യോജന കേട്ടോ, ഉജ്ജ്വല യോജന. ലാസ്റ്റ് പദ്ധതിയാണ് കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. ഒക്കെ കിട്ടിയല്ലോ. ഇനി ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പദ്ധതികളൊക്കെ വെച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക്